ദി ഗ്രോത്ത് ഓഫ് ക്രിസ്ത്യാനിറ്റി എമംഗ് ഈബോ പീപ്പിൾ. ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അച്ബെ കണ്ടിന്യൂസ്. He tells, I must keep my promise not to give a discourse on colonialism, but I will state simply my fundamental objection to colonial rule. കൊളോണിയൽ റൂളിനെ കുറിച്ചിട്ടുള്ള സംസാരം താൻ ഒഴിവാക്കാൻ ശ്രമിക്കാമെന്ന് അച്ബെ തുടക്കത്തിൽ പറഞ്ഞതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് റൂളിനെ കുറിച്ച് ഒന്നും പ്രതിപാദിക്കാതെ മുന്നോട്ടു പോകുവാനും സാധിക്കുമായിരുന്നില്ല. അതിനാൽ കൊളോണിയൽ റൂളിനോടുള്ള തന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എതിർപ്പുകൾ മാത്രം പ്രസ്താവിക്കുകയാണ് അച്ബെ ചെയ്യുന്നത്. അച്ബെ തുടരുന്നു. In my view, it is a gross crime for anyone to impose himself on another, to seize his land and his history, and then to compound this by making out that the victim is some kind of ward or minor requiring protection. It is too disingenuous. Even the aggressor seems to know this, which is why he will sometimes camouflage his brigandage with such brazen hypocrisy. ഒരാളുടെ സ്വന്തം ചിന്തയോ അല്ലെങ്കിൽ ആശയധാരയോ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുന്നതും അയാളുടെ നാടും ചരിത്രവും തടഞ്ഞു വെക്കുന്നതും ഇതെല്ലാം അച്ബെയുടെ അഭിപ്രായത്തിൽ ഒരു ഹീനമായ കുറ്റകൃത്യമായിരുന്നു. ഇതായിരുന്നു കൊളോണിയൽ റൂൾ നൈജീരിയയിൽ ചെയ്തിരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇര സംരക്ഷണം നൽകപ്പെടേണ്ടവനാണ് എന്നോ അല്ലെങ്കിൽ അതുപോലെ പ്രൊട്ടക്ഷൻ ആവശ്യമായ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് എന്ന് കാണിച്ച് അവരെ പീഡിപ്പിക്കുന്നതാണ് കൊളോണിയൽ റൂളിന്റെ രീതി. അതായത് രക്ഷകരുടെ വേഷം കെട്ടി ആ പ്രദേശവാസികളെ ചൂഷണം ചെയ്യുന്ന കുബുദ്ധി. ഈ മനോഭാവത്തെ വലിയൊരു കാപഢ്യമായാണ് അച്ബെ കാണുന്നത്. ആ പ്രദേശത്തെ അഗ്രസറായ കയ്യേറ്റക്കാരനായ വൈറ്റ് പീപ്പിൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങളെ പറ്റി അറിയുള്ളവരാണ്. അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർ നാണം കെട്ട ചില വ്യാജവേഷങ്ങൾ കെട്ടി അവരുടെ കൊള്ളത്തരം രൂപമാറ്റം വരുത്തുന്നത്, മറച്ചു വെക്കുന്നത്. ശേഷം അച്ബെ കൊളോണിയൽ റൂളിന്റെ ഹിപ്പോക്രസിയും ബെൽജിയം രാജാവായ ലിയോപോൾഡ് സെക്കൻഡിനെയും കമ്പയർ ചെയ്യുകയാണ്. കോങ്കോ കിങ് ലിയോപോൾഡ് സെക്കൻഡിന്റെ കീഴിലായിരുന്ന കാലത്ത് അവിടെ ഒരുപാട് അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് അദ്ദേഹം. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ആർമി മെൻ they were protectors of the native എന്നായിരുന്നു. He calls his army men as powerful protectors and benevolent teachers. കോളനൈസേഴ്സിന്റെ അതേ സമീപനം തന്നെ. Next paragraph. It would be downright silly to suggest a parallel between British colonial rule in Nigeria and this countless activity of His Serene Majesty Leopold II in the Congo. And yet we cannot ignore the basic assumption of all European powers that participated in the scramble for Africa. Just as all the Europe had contributed to the making of the dreadful character Mr. Kurtz in Conrad's Heart of Darkness, so had all of Europe collaborated in creating the Africa that Kurtz would set out to deliver and that he would merely subject to obscene terror. ഇവർ രണ്ടു കൂട്ടരും, അതായത് ബ്രിട്ടീഷ് കോളനൈസേഴ്സ് അതേപോലെ കിങ് ലിയോപോൾഡ് II, ഇവർ രണ്ടുപേരും തമ്മിൽ വളരെ സാദൃശ്യമുണ്ടെന്ന് പറയുന്നത് ബാലിശമായൊരു കാര്യമായി പോകുമെന്ന് അച്ബെ പറയുന്നു. ആഫ്രിക്കയെ ആർത്തിയോടെ ചാടിപ്പിടിച്ച അവരുടെ കോളനിയാക്കിയ എല്ലാ യൂറോപ്യൻ ശക്തികൾക്കും അടിസ്ഥാനപരമായി ഒരേ ധാരണയാണ് ഉണ്ടായിരുന്നത്. ആഫ്രിക്കയെക്കുറിച്ച് ഒരു അനുമാനമാണ്, അസംപ്ഷനാണ് ഉണ്ടായിരുന്നത്. ആ അസംപ്ഷനിൽ നിന്ന് പിറവി കൊണ്ടതായിരുന്നു ജോസഫ് കോൺറാഡിന്റെ വർക്കായ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലെ കഥാപാത്രമായ മിസ്റ്റർ കർട്സ് എന്ന് അച്ബെ അഭിപ്രായപ്പെടുന്നു. ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു നൊവേല ആയിരുന്നു ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. അച്ബെ തന്നെ ഈ വർക്കിനെ വിമർശിച്ചുകൊണ്ട് എൻ ഇമേജ് ഓഫ് ആഫ്രിക്ക, റേസിസം ഇൻ കോൺറാഡ്സ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്നൊരു പബ്ലിക് ലെക്ചർ തന്നെ നൽകിയിട്ടുണ്ട്. ആഫ്രിക്കക്കാർ മനുഷ്യഗുണങ്ങളില്ലാത്തവരാണ് എന്ന രീതിയിലാണ് ഈ ടെക്സ്റ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നായിരുന്നു അച്ബെയുടെ വാദം. കോൺറാഡിനെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് ക്രിറ്റിക്സ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദി ഗ്രേറ്റസ്റ്റ് ടൗൺ ഓൺ എർത്ത് ആയ ലണ്ടനെയും
പ്ലേസസ് ഓഫ് ഡാർക്ക്നെസ് ആയ ആഫ്രിക്കയും തമ്മിൽ സമാന്തരങ്ങളുണ്ടെന്ന്, ഇവ രണ്ടും തമ്മിൽ സമാന്തരങ്ങളുണ്ടെന്ന് കാണിക്കാനാണ് കോൺറാഡ് ഈ വർക്കിൽ ശ്രമിക്കുന്നത്. അതായത് സിവിലൈസ്ഡ് പീപ്പിൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരും സവേജസ് സംസ്കാരശൂന്യർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് ഈ ഒരു വർക്കിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലെ കെർട്സ് എന്ന ക്യാരക്ടർ, ഹീസ് എൻ ഐവറി ട്രേഡർ. ആഫ്രിക്കയിൽ നിന്ന് ആനക്കൊമ്പ് കടത്തലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. ലേറ്റർ ഹി ബിക്കെയിം എൻ എപ്പിറ്റോം ഓഫ് ഇംപീരിയലിസം. ഇംപീരിയൽ മനോഭാവത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് മാറുകയാണ് അയാൾ പിന്നീട്. ആഫ്രിക്കയിൽ എത്തിയ അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ നേറ്റീവ്സിനെ അയാൾ അടിമകളെ പോലെയാണ് കണ്ടിരുന്നത്. കെർട്സ് താനൊരു ഡെമിഗോഡ്, ഒരു അവതാര പുരുഷനാണെന്ന് സങ്കല്പിച്ച് നേറ്റീവ് പീപ്പിളിനെ തന്നെ ആരാധിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെതായ പുതിയ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒരു ടൈറന്റ് ആയിട്ട്, ഒരു സ്വേച്ഛാധിപതിയായി മാറിയ അയാൾ. സോ ഇൻ ഷോർട്ട് ഹി റെപ്രസെന്റ്സ് ദി കോളനൈസേഴ്സ്. ഇനി അച്ചബെ പറയുന്നത്, കോളനിവൽക്കരണം കൊണ്ട് നേറ്റീവ്സിന് മാത്രമല്ല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, കോളനൈസേഴ്സിനും ചില നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അച്ചബെ സേസ് he may not have lost land and freedom like his colonized victim, but he paid a number of seemingly small prices, like the loss of a sense of the ridiculous, a sense of proportion, a sense of humor. നേറ്റീവ് പീപ്പിളിന്റെ പോലെ ഓർ കൊളോണിയൽ വിക്ടിംസിനെ പോലെ അവരുടെ ലാൻഡോ ഫ്രീഡമോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ചില ചെറിയ ചെറിയ നഷ്ടങ്ങൾ കോളനൈസേഴ്സിനും വന്നിട്ടുണ്ട്. ലൈക്ക് ദി ലോസ് ഓഫ് എ സെൻസ് ഓഫ് ദി റിഡിക്കുലസ്, എ സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ, എ സെൻസ് ഓഫ് ഹ്യൂമർ. ഒരു കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ സീരിയസ്നെസ്, ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അതുപോലെ വിഡ്ഢിത്തരം തിരിച്ചറിയുവാനുള്ള ബോധം, നർമ്മബോധം, ഇതെല്ലാം കോളനൈസേഷൻ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ കിങ് ലിയോപോൾഡ് II ഒരിക്കലും താൻ ചെയ്യുന്നത് ശുദ്ധ തട്ടിപ്പാണെന്നും തന്റെ ആളുകൾ കൊല്ലുന്നതും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതിന്റെയും ഒക്കെ കാരണം റബ്ബറിൽ നിന്നും ആനക്കൊമ്പിൽ നിന്നും കിട്ടുന്ന ധനം കണ്ടുകൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹത്തിന് സ്വയം പറയുവാനോ ആലോചിക്കാനോ പോലും സാധ്യമല്ല. കിങ് ലിയോപോൾഡിന് മാത്രമല്ല, ഒരു കോളനൈസർക്കും അത് സാധ്യമല്ല. തമാശക്ക് പോലും അവർക്കത് പറയുവാൻ സാധിക്കില്ല. കാരണം ഇത്തരം സെൻസുകളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനാൽ അവർ ചെയ്ത തെറ്റുകൾ ഒരിക്കലും തിരിച്ചറിയുന്നുമില്ല. അച്ചബെ തുടരുന്നു, admission of guilt does not necessarily absolve the offender, but it may at least shorten the recital and reliving of painful evidence. ഒരു ഒഫൻഡർ, ഒരു തെറ്റുകാരൻ തന്റെ പാപം ഏറ്റുപറഞ്ഞാലും അയാൾക്ക് പാപമോചനമൊന്നും ലഭിക്കില്ല എന്നാണ് അച്ചബെയുടെ പക്ഷം. പക്ഷെ അവർ അങ്ങനെ ഏറ്റുപറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് ഈ ക്രൂരതയുടെ പെയിൻഫുൾ എവിഡൻസസ് പുനർജീവിക്കുന്നത് കുറക്കാനാകുമെന്നാണ് അച്ചബെ പറയുന്നത്. Next, Achebe discusses about the victims of the colonial atrocities. He says, dispossession is, of course, no laughing matter, no occasion for humor. നമുക്കറിയാം, കുടിയിറക്കൽ എന്നത് ചിരി വരുത്തുന്ന ഒരു കാര്യമല്ല, നർമ്മത്തിന് പറ്റിയ അവസരവുമല്ല. ബട്ട് ദി ഡിസ്പൊസഷന് വിധേയമാക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാനാവാത്ത ഒരു സംഗതി തന്നെയായിരിക്കുമെന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല. Achebe continues, and yet the amazing thing is that the dispossessed will often turn his powerlessness to good account and laugh, and thereby lift himself of the desolation and despair, and save his humanity by the skin of his teeth, for humor is quintessentially human. പക്ഷേ ഇവിടെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ, ഈ ക്രൂരതയ്ക്ക് വിധേയനാകുന്നവൻ, തന്റെ വാസസ്ഥലത്ത് നിന്ന് പുറത്താക്കപ്പെട്ടവൻ, അവന്റെ ദൗർബല്യം, അവന്റെ നിസ്സഹായത ഒരു ചിരിയായി മാറ്റുവാൻ ശ്രമിക്കുന്നതാണ് എന്നാണ് അച്ചബെ പറയുന്നത്. അതുവഴി അവന്റെ നിരാശയിൽ നിന്ന് സ്വയം ഉയരുന്നു, മുക്തനാകുന്നു. നർമ്മബോധം എന്നത് മനുഷ്യന് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. ഡിസ്പൊസസ്ഡ് പീപ്പിളിന് ഓർ വിക്ടിംസ് ഓഫ് കൊളോണിയലൈസേഷന് ഇതുണ്ടാകും, അവരെത്ര ദുരവസ്ഥയിലാണെങ്കിലും.
പക്ഷെ കോളനൈസറിന് ഇതുപോലും ഉണ്ടാകില്ല. ഈ ബോധമെല്ലാം നഷ്ടപ്പെട്ടവരാണവർ. Then Achebe starts to narrate his mother's story. He tells, "My mother, after she was betrothed to my evangelist father at the turn of the 20th century, was sent to the newly founded St. Monica's Girls' School in our district, the first of its kind in Igbo land. As a special favor, she went to live with the principal, Miss Edith Ashley Warner, and her small band of English teachers, and performed domestic chores in return for her education and keep." അച്ചബയുടെ ഫാദർ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. മതപ്രഭാഷണങ്ങളിലൂടെ ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തകൻ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അച്ചബയുടെ അച്ഛന്റെയും അമ്മയുടെയും വിവാഹ നിശ്ചയം കഴിയുന്നത്. അതിനുശേഷം അച്ചബയുടെ അമ്മ സെന്റ് മോണിക്കാസ് ഗേൾസ് സ്കൂളിൽ ചേർന്നു. ഈബോലാൻഡിലെ അത്തരത്തിലുള്ള ആദ്യത്തെ സ്കൂളായിരുന്നു അത്. അച്ചബയുടെ അമ്മ ആ സ്കൂളിന്റെ പ്രിൻസിപ്പളായ മിസ് എഡിത്ത് വാർണറിന്റെയും മറ്റു ടീച്ചേഴ്സിന്റെയും കൂടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് സംരക്ഷണവും എഡ്യൂക്കേഷനും നൽകുന്നതിന്റെ പ്രത്യുപകാരമായി ചില വീട്ടുജോലികളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു അച്ചബേസ് മദർ. The daughter of a village ironSmith, she found her new life strange, exciting, and sometimes frightening. Her most terrifying early experience, the discovery one night in a bowl of water her mistress's dentures, or in my mother's words, her entire jaw. ഒരു അയൺ സ്മിത്തിന്റെ കൊല്ലന്റെ മകളായിരുന്നു അച്ചബയുടെ അമ്മ. അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ ജീവിതം വാസ് സ്ട്രേഞ്ച് ആൻഡ് എക്സൈറ്റിംഗ്, വളരെ വിചിത്രവും ആവേശകരവുമായിരുന്നു. ആൻഡ് സംടൈംസ് ഫ്രൈറ്റനിങ്. ഒരു ദിവസം രാത്രി മിസ് വാർണറുടെ ഡെൻചേഴ്സ്, കൃത്രിമ പല്ല്, ഒരു വെള്ളപാത്രത്തിൽ കണ്ടതാണ് ഹെർ മോസ്റ്റ് ടെറിഫൈങ് ഏർലി എക്സ്പീരിയൻസ്. പക്ഷെ അച്ചബേസ് മദർ പറഞ്ഞിരുന്നത് മിസ് വാർണറുടെ താടിയല് വെള്ളത്തിൽ കണ്ടു എന്നാണ്. അച്ചബെ വളർന്നു വലുതായ സമയത്ത് മിസ് വാർണറുടെ ഫോട്ടോ അവരുടെ വീടിന്റെ ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. വളരെ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു അവർ. ആ ഫോട്ടോയിൽ അവരുടെ താടിയലിന് യാതൊരു കുഴപ്പവും തോന്നിച്ചിരുന്നില്ല. ശേഷം അച്ചബെ മറ്റൊരു ഇൻസിഡന്റ് കൂടി നരേറ്റ് ചെയ്യുന്നു. ഒരു ദിവസം മിസ് വാർണർ അച്ചബയുടെ അമ്മയെ വിളിച്ച് ഭക്ഷണപാത്രത്തിലെ ഭക്ഷണം കഴിച്ച് അതിനുശേഷം അത് സൂക്ഷിച്ചു കഴുകി വെക്കുവാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് മിസ് വാർണർ ഈബോ ലാംഗ്വേജ് പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സംസാരവേളയിൽ അവർ ഈബോ ലാംഗ്വേജ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അവർ പറയാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല മിസ് വാർണർ പറഞ്ഞത്. അവർ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഡോണ്ട് ബ്രേക്ക് ദി പ്ലേറ്റ് എന്നായിരുന്നു. ഈ അമളി മനസ്സിലാക്കിയ അച്ചബയുടെ മദറിന് ചിരി അടക്കി നിർത്തുവാൻ സാധിച്ചില്ല. അവർ ചിരിച്ചുപോയി. പക്ഷെ മിസ് വാർണർക്ക് അതത്ര രസിച്ചില്ല. ഈ ഒരു ചിരി വലിയൊരു മിസ്റ്റേക്കായാണ് അവർ കണ്ടത്. അവരൊരു വടിയെടുത്ത് അച്ചബേസ് മദറിനെ നല്ലവണ്ണം മർദ്ദിച്ചു. പിന്നീട് മിസ് വാർണർ ഇവരെ വിളിച്ച് ഗുഡ് മാനേഴ്സിനെ പറ്റിയൊരു ലെക്ചറും കൊടുത്തു. അവർ പറഞ്ഞത് ഇതായിരുന്നു: "If I speak your language badly, you should tell me the right way. It is wrong to laugh at me." ഞാൻ നിന്റെ ഭാഷ മോശമായാണ് സംസാരിച്ചതെങ്കിൽ നീ അതിന്റെ ശരിയായ രീതി എനിക്ക് പറഞ്ഞു തരണം, അല്ലാതെ തന്റെ നേരെ ചിരിക്കുന്നത് തെറ്റാണ് എന്നായിരുന്നു മിസ് വാർണർ പറഞ്ഞത്.